ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഗാർഡനൊക്കെ കാണിച്ചപ്പോൾ എല്ലാവർക്കും ടൊറേനിയം ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ പ്രകാരമാണ് നമ്മൾ ടൊറേനിയം കാണിക്കുന്നത്. അപ്പം 5 ടൈപ്പിലുള്ളതായ ടൊറേനിയം നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതായ ടൊറേനിയമാണിത്. അപ്പോൾ നിറയെ പൂക്കളുണ്ടാവും ഇതിനകത്താണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പൂക്കളുണ്ടാകുന്നത്. കാക്കപ്പൂ എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ടൊറേനിയം എന്നാണ് ശരിക്കും ഇതിനെ അറിയപ്പെടുന്നത്. നാട്ടിൻപുറങ്ങളിലൊക്കെ ഇത് എവിടെ നോക്കിയാലും ഇത് വളർന്നൊക്കെ വരും. ഇപ്പോഴാണ് ഇതിനെയൊക്കെ നല്ല ഗാർഡനിൽ നല്ല വളർത്തിയെടുക്കാനായിട്ടൊക്കെ തുടങ്ങിയത്. നമ്മുടെ തൊടികളിലൊക്കെ ഇത് ഇഷ്ടം പോലെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പം നമ്മൾ നേരത്തെയൊക്കെ സിമെൻറ്റ് പോട്ടിനകത്തായിരുന്നു, താഴെ തന്നെ വെച്ചിരിക്കുമായിരുന്നു. പിന്നെയാണ് ഒരു ഐഡിയ തോന്നിയത് ഇത് ഹാങ് ചെയ്തിടാമെന്ന്. അപ്പോൾ ഹാങ് ചെയ്തിട്ടപ്പോഴും നല്ല ഭംഗിയായിട്ട് ഇത് വളർന്നു വരുന്നുണ്ട്. ഇഷ്ടം പോലെ പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ കൊമ്പുകൾ നമുക്ക് ഒടിച്ച് കുത്തി നടാം. പിന്നെ അതിൻ്റെ അരികൾ വീണിട്ട് അതിൻ്റെ അരികൾ എവിടെയൊക്കെ വീഴുന്നു അങ്ങനെ അവിടെ എല്ലാം ഇതിൻ്റെ ഇഷ്ടം പോലെ തൈകളും ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്കിതിൻ്റെ അരി അഥവാ ഇത് നഷ്ടപ്പെട്ടു പോയാലും ഇതെവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഇത് കിളിച്ച് അതിൻ്റെ തൈകൾ നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ കാണും. ഇത് രണ്ടാമത്തെ ടൈപ്പ് ടൊറേനിയാണ്. ഇത് കണ്ടോ, ഇത് നല്ല ഡാർക്ക് വയലറ്റാണ്. വയലറ്റും മുകളിൽ വെറുതെ ഒന്നുമില്ല, പ്ലെയിൻ വെള്ളയാണ്. പുറവശവും വെള്ളയാണ്. ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ മൊത്തം അരി വീണ് കിളിച്ച് വന്ന തൈകളാണ് ഇത് നിൽക്കുന്നത്. മൊത്തം അത് തന്നെയാണ്. താഴോട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരെണ്ണം മാത്രമേ ഇതിനകത്ത് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് വീണ തൈകളായിരുന്നു. പിന്നെ ഒരെണ്ണം കുഴിച്ചിട്ടത് അതങ്ങ് വാടിപ്പോയായിരുന്നു. പിന്നെ ആ ചെടിയേ നമ്മുടെ കയ്യിലില്ലായിരുന്നു. പിന്നെ കുറച്ച് നോക്കിയപ്പം കാണാം അതിൽ നിറയെ കുനുകുനാന്ന് തൈകൾ ഇങ്ങനെ കിളിച്ച് വരികയായിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പം വളർന്നിട്ട് നല്ല രീതിയിൽ പൂക്കളും ഒക്കെ ആയി നിൽപ്പുണ്ട്. ഇത് മൂന്നാമത്തെ ടൈപ്പ് ടൊറേനിയം. ഇത് എന്ന് വെച്ചാൽ നല്ല പിങ്ക് കളറും അതിൻ്റെ മുകളിലത്തെ പെറ്റൽസിന് നല്ല വൈറ്റ് കളറുമാണ്. അപ്പം അതും ഇതേപോലെ അരിയൊക്കെ വീണിട്ട് എവിടെ കിടന്നാലും കിളർത്ത് വന്നോളും. അപ്പം നമ്മൾ ശരിക്കും ഇത് അടുത്ത് വന്നു നിന്നാലേ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കണ്ടില്ലേ കളർ വ്യത്യാസങ്ങൾ? ഇത് വേറൊരു വെറൈറ്റിയാണിത്. ഇത് കണ്ടോ, ഇത് നീല കളറും ഡാർക്ക് ബ്ലൂവും മുകളിൽ വൈറ്റും. ഇത് കുറേ ഇതിനകത്തുണ്ടായിരുന്നു, അതൊക്കെ കുറേ ഉണങ്ങിപ്പോയി കേട്ടോ. ഇവിടെ ഒരു വെള്ളപ്പൂ നിൽപ്പുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ വേറെ ഒരെണ്ണമാണിത്. ഇത് 2 ടൈപ്പുണ്ട്. ഇത് നല്ല ഡാർക്കായിട്ടുള്ളതും പിങ്ക്, 4 ചുറ്റിനും നല്ല ഡാർക്ക്. ഇത് 4 ചുറ്റിനും ലൈറ്റ് പിങ്ക് ആയിട്ടുള്ളതും. ഈ ടൊറേനിയം നല്ല വെയിൽ കിട്ടുന്നിടത്ത് തന്നെ വെക്കുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ അതിനകത്ത് ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം കണ്ടില്ലേ നിറയെ പൂക്കളൊക്കെ നിൽക്കുന്നത്. കുറച്ച് കൊമ്പുകൾ എടുത്തിട്ട് നമുക്ക് വേറെ ഒരു പോട്ടിനകത്തോട്ട് ആക്കാം. അപ്പം ഈ താന്ന് കിടക്കുന്ന കുറച്ച് കൊമ്പുകൾ നമുക്ക് മുറിച്ച് മാറ്റാം. ഇത് കാറ്റത്തൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോൾ നല്ല ഭംഗിയായിട്ടോ. അപ്പം നമ്മളിതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്, കുറച്ച് ചാണകപ്പൊടിയും 1 സ്പൂൺ വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട്. പിന്നെ 1 പിടി ചാണകപ്പൊടിയും കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇത് ഈ പോട്ട് നിറച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വലിയ കല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് നമ്മൾ പറക്കി മാറ്റി കളഞ്ഞേക്കണം. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗത്ത് ആ ഹോൾ ഭാഗത്ത് കുറച്ച് കല്ലുകൾ, ഇങ്ങനത്തുള്ള കല്ലുകൾ നമ്മൾ അടുക്കിയിട്ട് കൊടുത്തിരുന്നാൽ മതി. കാരണം ഈ മണ്ണ് അടഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വെള്ളമൊക്കെ കെട്ടി കിടന്ന് നമ്മുടെ ചെടിയൊക്കെ അഴുകി പോകാനായിട്ട് ഇടവരും. അപ്പോൾ നമുക്കിതിനകത്തോട്ട് നമുക്ക് ഈ ഓരോ കൊമ്പുകൾ കുത്തി കൊടുക്കാം. ഓരോ കൊമ്പുകളും നമുക്കിതിനകത്തോട്ട് ഈ താഴെയുള്ള ഇലകൾ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നടാം. അല്ലെങ്കിൽ അതവിടെ നിന്ന് അഴുകിപ്പോവും. അപ്പോൾ ഈ കഴിഞ്ഞ മുട്ടുകളൊക്കെ നമുക്കങ്ങ് വെട്ടിക്കളയാം. ഇത് മണ്ണിൽ വെച്ചാൽ എങ്ങനെ വെച്ചാലും ഇത് കിളിച്ച് വന്നോളും. നല്ലതുപോലെ വളർന്നു വരുന്ന ഒരു ചെടിയാണിത്. പക്ഷേ ഇതിൻ്റെ പൂക്കളൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും കൊണ്ടൊഴിക്കേണ്ട കാര്യമല്ല. ഒരു ചെടികൾക്ക് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമല്ല. അത്യാവശ്യം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമായാൽ ചെടി ചീഞ്ഞു പോകാനിട വരും. ഇതിപ്പോൾ നമ്മൾ നട്ടതിന് ശേഷം ഒന്ന് തണലത്തോട്ട് വെച്ചേക്കുക. എന്നിട്ട് അതിന് ശേഷം ഒന്ന് വേരൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് ഹാങ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമ്മളിത് നട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്വല്പം വെള്ളം മാത്രം അതിനകത്ത് തളിച്ചു കൊടുക്കുക. രാവിലെയും വൈകുന്നേരം ഒരു സ്വല്പം വെള്ളം ഇത് മാത്രം തളിച്ചു കൊടുത്താൽ മതി. വളർന്ന് വന്നതിന് ശേഷം നമുക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ കൂട്ടാം. പിന്നെ ഇതിൻ്റെ വളം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ ചെടികൾക്ക് ഇടുന്ന പോലെ തന്നെ ചാണകപ്പൊടിയോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ജൈവ സ്ലറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അത് നല്ല രീതിയിൽ പൂക്കളും അതുപോലെ നല്ല പച്ചപ്പ് കൂടിയും നിൽക്കുന്നതായിരിക്കും.
അപ്പോൾ ഈ ടൊറേനിയത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് മാത്രം പോരാ, ഇതേപോലെ ഗാർഡനൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പച്ചക്കറികളൊക്കെ നടുന്നതിനോടൊപ്പം അല്പം ഗാർഡനും കൂടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും നമ്മുടെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതേപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.